ഗുഡ് മോർണിംഗ് ടു ഓൾ. റീറ്റെയിൽ മാനേജ്മെൻ്റ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഇൻ റീറ്റെയിലിംഗ് ആണ്, അഥവാ CRM ഇൻ റീറ്റെയിലിംഗ്. നമ്മുടെ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണത്. നോക്കാം CRM എന്താണെന്നുള്ളത്. ഇറ്റ് റിഫേഴ്സ് ടു ഓൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് എസ്റ്റാബ്ലിഷിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ദെയർ കസ്റ്റമേഴ്സ്. നോക്കുക എന്താണ്? റിഫേഴ്സ് ടു ഓൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് എസ്റ്റാബ്ലിഷിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമർ. ദാറ്റ് ഈസ് ദ റീറ്റെയിലർ വാണ്ട് ടു കീപ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമർ. സോ it is to keep relationship with the customer. The retailer make customer relationship management activities. അപ്പോൾ ഒരു കസ്റ്റമറുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു റീറ്റെയിലറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുമായിട്ട് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക, അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് CRM ആക്ടിവിറ്റീസ് എന്ന് പറയുക, അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് അലൗ ബിസിനസ് ടു മാനേജ് ബിസിനസ് റിലേഷൻഷിപ്പ് ആൻഡ് ദ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അസോസിയേറ്റഡ് വിത്ത് ദം. അപ്പോൾ ഒരു റീറ്റെയിൽ ഷോപ്പിൽ ഞാനൊരു സാധനം വാങ്ങാൻ ഒരു തവണ പോയി എങ്കിൽ ഇനി എല്ലാ തവണയും അവിടെ തന്നെ എന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് അലൗ ബിസിനസ് ടു മാനേജ് ബിസിനസ് റിലേഷൻഷിപ്പ് ആൻഡ് ദ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അസോസിയേറ്റഡ് വിത്ത് ദം. കസ്റ്റമറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ, ഇൻഫർമേഷൻ, അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് CRM എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ, ഞാൻ എത്ര തവണ ഷോപ്പിൽ പോയി, ഞാൻ ഏതൊക്കെ ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. In otherwise, it is a philosophy and a set of strategies, programs and systems that focuses on identifying and building loyalty with a retailer's most valued customers. മറ്റൊരു രീതിയിൽ പറയുകയാണ്, CRM എന്ന് പറയുന്നത് ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില പ്രിൻസിപ്പിൾസാണ്. ആൻഡ് സെറ്റ് ഓഫ് സ്ട്രാറ്റജീസാണ്, ചില തന്ത്രങ്ങളാണ്, ചില പ്രോഗ്രാംസാണ്, ചില സിസ്റ്റംസാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ഫോക്കസ് ഓൺ ഐഡൻറ്റിഫൈങ് ആൻഡ് ബിൽഡിംഗ് ലോയൽറ്റി വിത്ത് റീറ്റെയിലേഴ്സ് മോസ്റ്റ് വാല്യൂഡ് കസ്റ്റമേഴ്സ്. ഒരു റീറ്റെയിലർക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ആ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുമായിട്ടുള്ള ഒരു ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചില ഫിലോസഫീസും സ്ട്രാറ്റജീസും ഒക്കെയാണ് CRM എന്ന് പറയുക. നോക്കുക, ഫസ്റ്റ് വൺ, ഗ്യാതറിംഗ് കസ്റ്റമർ ഡേറ്റ ആൻഡ് constructing a customer database. Second one, analyzing customer data and identifying target customers. Third one, develop CRM programs for different customer segments. And the last one and fourth one, effective implementation of CRM programs. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് 4 സ്റ്റെപ്സാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ നോക്കുക, 4 സ്റ്റെപ്സാണ്. ഫസ്റ്റ് വൺ നോക്കുക, ഗ്യാതറിംഗ് കസ്റ്റമർ ഡേറ്റ ആൻഡ് കൺസ്ട്രക്റ്റിംഗ് എ കസ്റ്റമർ ഡേറ്റാബേസ്. സെക്കൻഡ് വൺ, അനലൈസിംഗ് കസ്റ്റമർ ഡേറ്റ ആൻഡ് ഐഡൻറ്റിഫൈങ് ടാർഗറ്റ് കസ്റ്റമേഴ്സ്. തേർഡ് വൺ, ഡെവലപ്പ് CRM പ്രോഗ്രാംസ് ഫോർ ഡിഫറെൻറ്റ് കസ്റ്റമർ സെഗ്മെൻറ്റ്സ്. ഫോർത്ത് വൺ, എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഗ്യാതറിംഗ് കസ്റ്റമർ ഡേറ്റ ആൻഡ് കൺസ്ട്രക്റ്റിംഗ് എ കസ്റ്റമർ ഡേറ്റാബേസ്. നോക്കുക അതെന്താണെന്നുള്ളത്. This is a database which comprises of all the data the firm has collected about its customers and will be the foundation for all CRM activities. Gathering customer data and constructing a customer database എന്നുള്ളതാണ്. അപ്പോൾ this is the first step in the CRM process or activity. ആൻഡ് ദിസ് ഈസ് എ ഡേറ്റാബേസ്. അപ്പോൾ കസ്റ്റമർ ഡേറ്റാബേസ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുക. ഡേറ്റാബേസ് വിച്ച് വുഡ് കംപ്രൈസ് ഓഫ് ഓൾ ദ ഡേറ്റ ദ ഇൻഫർമേഷൻ ഹാസ് കളക്റ്റഡ് എബൌട്ട്
its customers and will be the foundation based on which all the future activities are planned and implemented by the organization. അപ്പോൾ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് കസ്റ്റമർ ഡേറ്റാബേസിൽ ഉണ്ടാവുക. നെക്സ്റ്റ്, an ideal customer database must contain certain informations. എന്തൊക്കെയാണ് ആ ഇൻഫർമേഷൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ആണ് ട്രാൻസാക്ഷൻസ്. എന്താണ് ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഈ ഡേറ്റാബേസിൽ ഉണ്ടാവണം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ പർച്ചേസ് മെയ്ഡ് ബൈ ദ കസ്റ്റമർ ഇൻ ടേംസ് ഓഫ് ഡേറ്റ്, പ്രൈസ്, ഗുഡ്സ് എക്സെട്ര. എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് കസ്റ്റമറിനെ കുറിച്ചുള്ള ഡേറ്റയാണ് ഉണ്ടാവേണ്ടത്. ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഡേറ്റ ഉണ്ടാവണം. ദാറ്റ് ഈസ് പർച്ചേസ് മെയ്ഡ് ബൈ ദ കസ്റ്റമർ. എന്തൊക്കെയാണ് അവർ നടത്തിയ പർച്ചേസ്, എന്തൊക്കെയാണ്, എന്തൊക്കെ ഗുഡ്സാണ്, ഗ്രോസറി ആണോ, ഫർണിച്ചറാണോ, ഏത് പ്രൈസിൻ്റെയാണ്, ഹൈ പ്രൈസിൻ്റെ പ്രൊഡക്റ്റാണോ വാങ്ങിയ, ലോ പ്രൈസിൻ്റെ പ്രൊഡക്റ്റാണോ വാങ്ങിയ, ഡേറ്റ്, ഏതൊക്കെ ഡേറ്റിലാണ് അവർ പർച്ചേസ് നടത്തിയത്. അപ്പോൾ ട്രാൻസാക്ഷനുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ കസ്റ്റമർ ഡേറ്റാബേസിൽ ഉണ്ടാവണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആൻഡ് സെക്കൻഡ് ഇൻഫർമേഷൻ ഈസ് ദാറ്റ് എ റെക്കോർഡ് ഓഫ് കസ്റ്റമർ ഇൻ്ററാക്ഷൻ വിത്ത് റീറ്റെയിലർ. ദാറ്റ് ഈസ് the information on how many times the customer had visited the shop or website or contacted through phone etc. നോക്കുക, റെക്കോർഡ് ഓഫ് കസ്റ്റമർ ഇൻ്ററാക്ഷൻ വിത്ത് റീറ്റെയിലർ. ഇതിലെന്താണ് ഉണ്ടാവേണ്ടത്? ഇൻഫർമേഷൻ ഓൺ ഹൗ മെനി ടൈംസ് ദ കസ്റ്റമർ ഹാഡ് വിസിറ്റഡ് ദ ഷോപ്പ്. ഒരു മാസത്തിൽ 5 പ്രാവശ്യം ഷോപ്പിൽ വന്നു. ഇനി അതുപോലെ തന്നെ ഷോപ്പിൻ്റെ വെബ്സൈറ്റ് എത്ര തവണ അയാൾ വിസിറ്റ് ചെയ്തു, ഓർ ഷോപ്പിലേക്ക് എത്ര തവണ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇന്ന സാധനം വന്നിട്ടുണ്ടോ, സാധനത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ കസ്റ്റമറുടെ ഇൻ്ററാക്ഷൻ, റീറ്റെയിലറുമായിട്ട് കസ്റ്റമർക്കുള്ള ഇൻ്ററാക്ഷൻ്റെ ഒരു റെക്കോർഡും ഈ കസ്റ്റമർ ഡേറ്റാബേസിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. തേർഡ് ഇൻഫർമേഷൻ ഈസ് അബൌട്ട് കസ്റ്റമർ പ്രിഫറൻസസ്. ദാറ്റ് ഈസ് the information related to what was the customer's choice in terms of color of the product, brand of the product, size, materials etc. കസ്റ്റമറുടെ പ്രിഫറൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാവണം. ഇൻഫർമേഷൻ റിലേറ്റഡ് ടു വാട്ട് വാസ് ദ കസ്റ്റമർ ചോയ്സ് ഇൻ ടേംസ് ഓഫ് കളർ. അത് കസ്റ്റമറുടെ പ്രിഫറൻസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ബ്രാൻഡ്, ഏത് ബ്രാൻഡാണ് അദ്ദേഹം യൂസ് ചെയ്യുക, ഏത് സൈസിലുള്ള പ്രൊഡക്റ്റാണ്, ഏത് ടൈപ്പിലുള്ള മെറ്റീരിയൽസാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അപ്പോൾ കസ്റ്റമറുടെ പ്രിഫറൻസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അയാൾക്ക് എന്നും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് റീറ്റെയിലറുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്നാലേ കസ്റ്റമേഴ്സ് വീണ്ടും ആ ഷോപ്പിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതും കൂടി അറിഞ്ഞാലേ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല കസ്റ്റമേഴ്സിനെ ഓർഗനൈസേഷൻ റീറ്റെയിലർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കസ്റ്റമർ ഡേറ്റാബേസിൽ, അതായത് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ CRMലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്യാതറിങ് കസ്റ്റമർ ഡേറ്റ ആൻഡ് കൺസ്ട്രക്റ്റിംഗ് എ കസ്റ്റമർ ഡേറ്റാബേസ്. അപ്പോൾ ആ കസ്റ്റമർ ഡേറ്റാബേസിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ്, 5 ഇൻഫർമേഷൻസ് ആണ് ഉണ്ടാവേണ്ടത്. അതിൽ 4-മത്തതാണ് ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ. ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് മോർ ഇൻഫർമേഷൻ എബൌട്ട് കസ്റ്റമർ, എസ്പെഷ്യലി ഡെമോഗ്രാഫിക് ആൻഡ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് ഡെമോഗ്രാഫിക് ആൻഡ് ജിയോഗ്രാഫിക് ഡേറ്റ. എന്താണ് ഡെമോഗ്രാഫിക് ആൻഡ് ജിയോഗ്രാഫിക് ഡേറ്റ എന്ന് നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡെമോഗ്രാഫിക് ഡേറ്റ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഏജ്, ജെൻഡർ എക്സെട്ര ഓഫ് ദ കസ്റ്റമർ. ഏത് ഏജിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും വരിക, ഏത് ജെൻഡറിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും വരിക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡെമോഗ്രാഫിക് ഇൻഫർമേഷനിൽ വരിക. ഇനി ജിയോഗ്രാഫിക് ഇൻഫർമേഷനോ ഏത് ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നതെന്നുള്ളതാണ് അതിൽ പറയുക. കസ്റ്റമർ ഡേറ്റാബേസിലെ ലാസ്റ്റ് ഇൻഫർമേഷനാണ് ഫീഡ്ബാക്ക്. കസ്റ്റമർ ഡേറ്റാബേസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്തും കൂടി ഉണ്ടാവണം? ഫീഡ്ബാക്ക്. എന്തിനെക്കുറിച്ച്, എന്താണ് ഫീഡ്ബാക്കിൽ എന്താ പറയുന്നത് നോക്കുക. ദാറ്റ് ഈസ് ഫീഡ്ബാക്ക് ഓൺ കസ്റ്റമേഴ്സ് റെസ്പോൺസ് ടു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. കസ്റ്റമേഴ്സ് റെസ്പോൺസ് ടു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ റീറ്റെയിലർ നടത്തുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീനെ കുറിച്ചുള്ള കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് എന്താണ്, റീറ്റെയിലർ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സൊക്കെ ക്വാളിറ്റി ഗുഡ്സ് ആണെന്നാണോ,
കസ്റ്റമേഴ്സ് പറയുക. കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഡീലിങ്സ് ഒക്കെ സാറ്റിസ്ഫാക്ടറി ആണോ? കസ്റ്റമേഴ്സ് റെസ്പോൺസ് ടു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഫീഡ്ബാക്കും കൂടി കളക്ട് ചെയ്ത് അതും കൂടി ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡേറ്റാബേസിൽ ഉണ്ടാവേണ്ട 5 കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. സ്റ്റെപ്സ് ഇൻ CRMൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് അനലൈസിങ് കസ്റ്റമർ ഡേറ്റ ആൻഡ് ഐഡൻറ്റിഫൈങ് ടാർഗറ്റ് കസ്റ്റമേഴ്സ്. അനലൈസിങ് കസ്റ്റമർ ഡേറ്റ ആൻഡ് ഐഡൻറ്റിഫൈങ് ടാർഗറ്റ് കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കസ്റ്റമർ ഡേറ്റാബേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, കുറേ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് ഫീഡ്ബാക്ക് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കസ്റ്റമർ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിനെ അനലൈസ് ചെയ്ത് ഏതാണോ റീറ്റെയിലറുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുക. അനലൈസിങ് കസ്റ്റമർ ഡേറ്റ ആൻഡ് ഐഡൻറ്റിഫൈങ് ടാർഗറ്റ് കസ്റ്റമർ. ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സെക്ഷനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ തരത്തിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും ഓഫർ ചെയ്യുന്നത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ഒക്കെ. That is, analyze customer database and use this information to help retailers, and it is to develop programs for building customer loyalty. Analyze customer database. കസ്റ്റമർ ഡേറ്റാബേസിനെ അനലൈസ് ചെയ്യുക. ഏത് ടൈപ്പിലുള്ള, ഏത് ഏജിലുള്ള, ഏത് ജെൻഡറിലുള്ള കസ്റ്റമേഴ്സാണ്, അത്തരത്തിലുള്ള എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അനലൈസ് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് സെഗ്മെൻറ്റ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ടാർഗറ്റ് കസ്റ്റമേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഓഫർ ചെയ്തുകൊണ്ട് ആ കസ്റ്റമേഴ്സുമായിട്ട് ഒരു ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടാണ് അനലൈസ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക, അനലൈസ് കസ്റ്റമർ ഡേറ്റാബേസ് ആൻഡ് ഐഡൻറ്റിഫൈങ് ദ ടാർഗറ്റ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സുമായിട്ട് നല്ല കോണ്ടാക്റ്റ്, ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഇത്തരത്തിൽ കസ്റ്റമർ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില അപ്രോച്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ചില ടെക്നിക്സ് ഉണ്ട്. പ്രധാനമായിട്ടും വരുന്ന ടെക്നിക്കുകൾ 3 രീതിയിലുള്ള ടെക്നിക്കുകൾ അല്ലെങ്കിൽ അപ്രോച്ചസ് ആണ് ഇവിടെ പറയുക. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് കസ്റ്റമർ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 3 ടെക്നിക്കുകളാണ് പറയുക. അപ്പോൾ നമ്മൾ സ്റ്റെപ്സ് ഇൻ CRM ആണ് പറയുന്നത്. അതിൽ കുറേ സബ് പോയിൻറ്റുകൾ വരുന്നുണ്ട്. നിങ്ങൾ നോട്ടിൽ നോക്കി കറക്റ്റായിട്ടത് മനസ്സിലാക്കുക. അപ്പോൾ കസ്റ്റമർ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 അപ്രോച്ചസ് ആണ് പ്രധാനമായിട്ടും പറയുക. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടെക്നിക്കായിട്ട് പറയുക ഡേറ്റ മൈനിങ് ടെക്നിക്കാണ്. ഡേറ്റ മൈനിങ് ടെക്നിക്ക്, ദാറ്റ് ഈസ് ദിസ് ടെക്നിക് ഐഡൻറ്റിഫൈസ് ദ പാറ്റേൺ ഓഫ് കസ്റ്റമർ ബിഹേവിയർ. അപ്പോൾ ഈ ടെക്നിക്ക് അല്ലെങ്കിൽ ഡേറ്റ മൈനിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് കസ്റ്റമർ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഐഡൻറ്റിഫൈ പാറ്റേൺ ഓഫ് കസ്റ്റമർ ബിഹേവിയർ. കസ്റ്റമർ ബിഹേവിയറിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എത്ര ഇൻ്റർവെല്ലിലാണ് ഇദ്ദേഹം റീറ്റെയിൽ ഷോപ്പിലെത്തുന്നത്, കസ്റ്റമർ റീറ്റെയിൽ ഷോപ്പിലെത്തുന്നത്, അതുപോലെ തന്നെ ഏത് പ്രൈസിലുള്ള പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനെ ബൈയിങ് ബിഹേവിയർ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ ഡേറ്റേനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ചസിനെ കുറിച്ച് അല്ലെങ്കിൽ ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഡേറ്റ മൈനിങ് ടെക്നിക്ക്, സെക്കൻഡ് വണ്ണാണ് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ്. എന്താണ് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ്? ദാറ്റ് ഈസ് ദിസ് അനാലിസിസ് ഫോക്കസസ് ഓൺ ദ കോമ്പോസിഷൻ ഓഫ് ബാസ്ക്കറ്റ് ഓർ ബണ്ടിൽ ഓഫ് പ്രോഡക്ട്സ് പർച്ചേസ്ഡ് ഡ്യൂറിങ് എ സിംഗിൾ ഷോപ്പിംഗ് ഒക്കേഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് കോമ്പോസിഷൻ ഓഫ് ബാസ്ക്കറ്റ് ഓർ ബണ്ടിൽ ഓഫ് പ്രോഡക്ട്സ് പർച്ചേസ്ഡ് ഡ്യൂറിങ് എ സിംഗിൾ ഷോപ്പിംഗ് ഒക്കേഷൻ. എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത് എന്നുള്ളതാണ് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ്. കസ്റ്റമർ ഡേറ്റാബേസ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം, ഐഡൻറ്റിഫൈയിങ് ദ സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെൻറ്റ്. ഏത് മാർക്കറ്റ് സെഗ്മെൻറ്റിനെയാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത് എന്ന്, റീറ്റെയിലർ സെർവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം, ഡേറ്റാബേസ് അനലൈസ് ചെയ്യുന്നതിലൂടെയുള്ള മറ്റൊരു കാര്യം. സ്റ്റെപ്സ് ഇൻ CRM ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ ഗ്യാതറിംഗ് കസ്റ്റമർ ഡേറ്റ ആൻഡ് കൺസ്ട്രക്ടിങ് എ കസ്റ്റമർ ഡേറ്റാബേസ്. സെക്കൻഡ് വൺ അനലൈസിംഗ് കസ്റ്റമർ ഡേറ്റ ആൻഡ് ഐഡൻറ്റിഫൈങ് ടാർഗറ്റ് കസ്റ്റമേഴ്സ്. തേർഡ് വൺ ഡെവലപ്പ് CRM program for the different customer segments. Usually
the retailer will work out programs to retain the best customers and make efforts to convert good customers into ബെസ്റ്റ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ CRM പ്രോഗ്രാംസ് ഫോർ ദ ഡിഫറെൻറ്റ് കസ്റ്റമർ സെഗ്മെൻറ്റ്സ്. അപ്പോൾ കസ്റ്റമർ സെഗ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഓരോ കസ്റ്റമർ സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് CRM പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ഗ്രൂപ്പിലുള്ള ഓരോ സെക്ടറിലുള്ള കസ്റ്റമേഴ്സിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആക്ടിവിറ്റീസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം. ഒരു റീറ്റെയിലർക്ക് ഗുഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവും, ബെസ്റ്റ് കസ്റ്റമേഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ അൺപ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സും ഉണ്ടാവും. അപ്പോൾ ഈ അൺപ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് റീറ്റെയിലറുടെ ലക്ഷ്യം. സ്റ്റെപ്സ് ഇൻ CRMലെ ലാസ്റ്റ് വണ്ണാണ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CRM പ്രോഗ്രാം. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CRM ഡിപ്പെൻഡ് അപ്പോൺ ദ കോർഡിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ആക്ടിവിറ്റീസിനെ എഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് CRM ആക്ടിവിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MIS ഒരു ഫങ്ഷണൽ ആക്ടിവിറ്റിയാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒരു ഫങ്ഷണൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ MISലൂടെയും HRM ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. Thus, the MIS department has to collect, analyze and make the relevant information easily accessible for all employees to implement the program. അപ്പോൾ MIS ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യേണ്ടത്? ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക ആൻഡ് മേക്ക് റെലവൻറ്റ് ഇൻഫർമേഷൻ ഈസിലി ആക്സസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ടു ഇംപ്ലിമെൻറ്റ് ദ CRM program. Finally, successful implementation of CRM will depend on store operations and HRM. That is, സ്റ്റോർ ഓപ്പറേഷൻസ്, അതായത് റീറ്റെയിൽ ഷോപ്പിലെ സ്റ്റോർ ഓപ്പറേഷൻസ് കൺസ്യൂമേഴ്സിന് നമ്മൾ ടാർഗറ്റ് കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക, അവരെ സെർവ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് എംപ്ലോയീസാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്ത് അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് HR ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ നടക്കണമെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പ് വേണം, അതുപോലെ തന്നെ MIS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പ് വേണം എന്നൊക്കെയാണ്. അപ്പോൾ എംപ്ലോയീസ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അത് എംപ്ലോയീസിന് യൂസബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് MIS ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുകയും വേണം. അപ്പോൾ ഈ പല ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസിനെ എഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു CRM ആക്ടിവിറ്റി ഓർഗനൈസേഷനിൽ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്ത് അവരുമായിട്ടുള്ളൊരു ലോയൽറ്റി ക്രിയേറ്റ് ചെയ്ത് അവരെ നമ്മളോടൊപ്പം കൂട്ടുക, അങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ്സിൽ പറയുന്ന പോലെ അത്ര എഫക്റ്റീവായിട്ട് പറയാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നില്ല. ക്ലാസ്സിൽ നിങ്ങളെ കണ്ടുകൊണ്ട് പറയുമ്പോൾ കുറച്ചും കൂടെയൊക്കെ എഫക്റ്റീവ് ആകും. പക്ഷേ ഇപ്പം നിങ്ങളെ മുമ്പിലുണ്ടെന്നൊക്കെ വിചാരിച്ച് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ പറയാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ, ചോദിക്കാൻ, എന്ത് സംശയം വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം. എനിക്ക് കോളേജിൽ വരണം എന്നുണ്ടെങ്കിൽ വരാം. ഓക്കെ, താങ്ക് യു.